നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇനി ഇവൻ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കരുത്. കിലിയൻ എംബാപ്പെ അതിശക്തമായ ഭാഷയിൽ പറയുകയാണ്. ജിയാൻലുക ക്രിസ്റ്റിയാനി എന്ന ബെൻഫിക്കയുടെ അർജന്റീനക്കാരനായിട്ടുള്ള യുവതാരം വിനി ജൂനിയർക്കെതിരെ കളിക്കിടയിൽ വിളിച്ച വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് അവൻ പറഞ്ഞത് എന്നുള്ളത് വിശദീകരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കരുത്. എംബാപ്പെ കൃത്യമായിട്ട് പറയുകയാണ്. ഇന്നലത്തെ കളിക്ക് ശേഷം എംബാപ്പെ പറഞ്ഞു അവൻ 5 തവണയാണ് വിനിയെ കുരങ്ങെന്ന് വിളിച്ചത്, അതും മുഖം പൊത്തി പിടിച്ചിട്ട്. അതുകൊണ്ട് ഇനി യുവേഫയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത്തരം ആളുകൾ കളിക്കളത്തിൽ ഉണ്ടാവരുത് എന്ന് തന്നെ കളിക്ക് ശേഷം കിലിയൻ എംബാപ്പെ മിക്സഡ് സോണിൽ പറയുന്നു. എംബാപ്പയുടെ വാക്കുകൾ നോക്കുക. മിക്സഡ് സോണിൽ അദ്ദേഹം പറയുന്നു, സംഭവത്തിന് ശേഷം ഞാൻ വിനിയോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. വിനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ ടീം എന്ന നിലയിൽ തയ്യാറായിരുന്നു. കാരണം വിനിയെ ഒറ്റക്കാക്കാൻ ഞങ്ങൾ തയ്യാറാവുമായിരുന്നില്ല. ഞങ്ങളുടെ പ്ലെയറെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് നേരെ നടന്നാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രിസ്റ്റിയാനി മാപ്പ് പറഞ്ഞോ സംഭവത്തിന് ശേഷം? നിങ്ങൾ ആരെങ്കിലും അവൻ്റെ മുഖം കണ്ടോ? അവൻ അപ്പോളജി നടത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളാരും വിഡ്ഢികളൊന്നുമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ഇങ്ങനെ ചെയ്തവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അവൻ ചെറുപ്പക്കാരനാണ്. ദിസ് പ്ലെയർ ഈസ് യങ്. എന്നിട്ട് കളിക്കളത്തിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവന് വന്ന് പറയാൻ പറ്റുക? നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണുന്നു. നമ്മളത് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് ഗ്രൗണ്ട് വിടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. സോ അത് ടീമിൻ്റെ തീരുമാനമായിരുന്നു. കളിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അത് ടീമിൻ്റെ തീരുമാനമായിരുന്നു. എനിക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആ സമയത്ത് അറിയുമായിരുന്നില്ല. ദെൻ ഞങ്ങൾ തിരികെ വന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് ഞങ്ങൾ ഫോക്കസ് ചെയ്തു. തീർച്ചയായിട്ടും ഈ മത്സരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോഴും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്ത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സാമ്പിളാണ് സെറ്റ് ചെയ്തത്. ഞങ്ങളെ നോക്കുന്നവർക്ക്, ഞങ്ങളെ ഉറ്റുനോക്കുന്നവർക്ക് ഒരു എക്സാമ്പിളാണ് സെറ്റ് ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇത് ജനറലൈസ് ചെയ്യുകയല്ല. ഇപ്പോൾ പോർച്ചുഗലിലാണ് കളി നടന്നത്. പോർച്ചുഗലുകാരായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവരെല്ലാവരും എന്നെ നല്ല രൂപത്തിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരാൾ പെരുമാറിയാൽ നമ്മളത് പറഞ്ഞേ പറ്റൂ, അതിനെതിരെ നിന്നേ പറ്റൂ. ആളുകൾ ഞങ്ങൾ കൂവി. ശരിയാണ്, അവർക്ക് അറിയുമായിരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന്. അതുകൊണ്ടാണ് ആളുകൾ കൂവിയത്. ബെൻഫിക്കയ്ക്കെതിരെ ഇതിൽ ഞങ്ങൾക്കൊന്നുമില്ല. ആ ക്ലബ്ബ്, അവിടുത്തെ കോച്ച് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കോച്ചുമാരിൽ ഒരാളാണ്. ഈ ക്ലബ്ബ് പോർച്ചുഗലിലെ ഏറ്റവും മികച്ച ക്ലബ്ബിൽ ഒന്നാണ്. അങ്ങനെയുള്ള ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. ക്ലബിനെതിരെയല്ല പ്രശ്നം. പക്ഷേ ഈ കുട്ടി ഉണ്ടല്ലോ, ഈ കളിക്കാരൻ, ഇവൻ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ യോഗ്യനല്ല. ഇനി ഒരിക്കലും അവൻ ചാമ്പ്യൻസ് ലീഗ് കളിക്കരുത്. എന്ത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടറിയണം. യുവേഫയ്ക്ക് ഞങ്ങൾ വിടുകയാണ്. യുവേഫ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് പറയുന്നവരാണല്ലോ. ചെയ്യട്ടെ. സീരിയസ് ആയിട്ടുള്ളൊരു കേസ് അവരുടെ മുന്നിലുണ്ട്. എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കിലിയൻ എംബാപ്പെ പറയുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം. കാരണം ഇത് ഈ മുഖം പൊത്തി ഭീരുത്വം കാണിച്ചത്, അതായത് ഷർട്ട് കൊണ്ട് മുഖം പൊത്തി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. എംബാപ്പെ അതിന് പറയുന്നത് നല്ല ക്യാമറകളുണ്ടല്ലോ യുവേഫക്ക്, അയാളുടെ മുഖം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, മുഖം കള്ളം പറയില്ലല്ലോ എന്നൊക്കെയാണ്. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയണം. ഇവൻ ശരിക്കും ഭീരുവാണ്. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ ഇങ്ങനെ ഷർട്ട് വെച്ച് മുഖം മറച്ച് അത് പറയുന്നത്. അവനറിയാം ഇത് പിടിക്കപ്പെട്ടാൽ തൻ്റെ ഫുട്ബോൾ കരിയർ തന്നെ അവതാളത്തിലാകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തതാണ്. ഈ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും അവസാനം നടന്ന മത്സരത്തിൽ പോലും കളിച്ചിട്ടുള്ളവൻ അവൻ ശരിക്കും ഭീരുവാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്.